ഈ സ്പേസ് മാത്രം കാണുന്നത് ഒരു 10-20 ഇതൊരു 250 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ചിലപ്പം ഈ ഒരു ഏരിയ കാണും. ഈ ഏരിയ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പർപ്പസും ഇല്ല. ഈ 250 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ 2636 എന്ന് പറയുന്നത് 2400 സ്ക്വയർ ഫീറ്റായി മാറും. 2400 സ്ക്വയർ ഫീറ്റിന് ഇത് പുതിയ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ ബഡ്ജറ്റിനകത്ത് പുതിയ വീട് ചെയ്യാം. ഈ ഏരിയ അവോയ്ഡ് ചെയ്താൽ മതി, പുതിയ വീട് കിട്ടും. ഈ പഴയ വീടിനകത്ത് ഇതെല്ലാം പൊളിക്കുകയാണ്. ഈ എക്സ്റ്റീരിയർ വോള് നിർത്തിയിട്ട് അകത്തുള്ള കംപ്ലീറ്റ് വോളുകൾ പൊട്ടിക്കുമ്പോഴത്തേക്കും അതിലെല്ലാം റൂഫിനെല്ലാം അത്രയും സപ്പോർട്ട് കൊടുത്ത് അതുപോലെ ഈ ഒരു റൂം വലുതാക്കുമ്പോഴത്തേക്കും ഈ മതിലുകളെല്ലാം പൊളിച്ച് കളയല്ലേ. അപ്പോൾ ഈ നടുക്ക് കോളം സപ്പോർട്ട് ഒക്കെ കൊടുക്കേണ്ടി വരും. കോളം സപ്പോർട്ട് കൊടുക്കണേ ബേസ്മെന്റ് കുഴിച്ച് അവിടെ നിന്ന് കോളം കെട്ടി വന്ന് ഇതെല്ലാം കോസ്റ്റ് കൂടുന്ന സംഭവമാണ്. പുതിയൊരു വീടിനകത്ത് ചെയ്യുന്ന പോലെ അല്ല പഴയ വീടിനകത്ത് മറ്റേ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാന്ന് പറയുന്നത്. എല്ലാ മുറിയും വലുതാക്കി അങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തി. ബാത്റൂമില്ലേ, ഈ ഒരു ബാത്റൂം അവിടെ നേരത്തെ ഒരു ബെഡ്റൂം ആയിരുന്നു. അത് ഒരുപാട് വലിയ ബെഡ്റൂം ഒന്നും തോന്നില്ല പഴയത്. അപ്പം ആ സൈസിൽ തന്നെ ആ ബാത്റൂം എടുക്കാൻ വരുന്നെങ്കിൽ ഈ ബാത്റൂമിനുള്ള പൊളിപ്പ് കുറയ്ക്കായിരുന്നു. ഇതിപ്പോൾ അത് ചെയ്യാതെ ആ ബാത്റൂമിന് ചെറുതാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൈനിങ് ഏരിയ കൂട്ടാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം പൊളിപ്പ് വരികയാണ്. പൊളിപ്പും കെട്ടും മൊത്തം വരികയാണ്. ഈ ഏരിയ മൊത്തം ഒരു 5-6 വോള് പൊളിച്ചിട്ട് ഒരു സപ്പോർട്ട് ഇല്ലാത്ത പഴയ റൂഫിനെയാണെങ്കിൽ 5-6 വോള് പൊളിച്ചിട്ട് നിർത്താൻ പോകണം. അപ്പോൾ അതിനനുസരിച്ച് സപ്പോർട്ട് ആ റൂഫിന് കൊടുക്കണം. നല്ല സ്പാനുണ്ട്. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഒന്നുമില്ല. ബിക്കോസ് നമുക്ക് പഠിക്കാനുള്ള സ്പേസും ഡൈനിങ് ടേബിൾ ഇടാനൊക്കെ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. ഡൈനിങ് വലിയൊരു സ്പേസാണ്. ഇത് കൂട്ടാതെ ഈ 250 സ്പേസ് കൂട്ടാതെ തന്നെ ഡൈനിങ് ഏരിയക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 200 സ്ക്വയർ ഫീറ്റെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരുന്നത് പഴയൊരു ബ്ലോക്ക് അവിടെ നിൽക്കുന്നുണ്ടാവും. അതിൽ വർക്കേരിയുടെ സ്പേസ് ഒക്കെ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഒരു 300 സ്ക്വയർ ഫീറ്റ് 350 സ്ക്വയർ ഫീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇതേ ബഡ്ജറ്റിന് ഫുൾ വീട് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും, പുതിയ വീട്. അത് മാത്രമല്ല ഈ സ്ട്രക്ചറിനകത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലാനെ മാറ്റാം. ഹായ് വ്യൂസ്, വീട് റിനോവേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 30 to 40% കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു പുതിയ വീട് വെക്കുന്നതും എക്സിസ്റ്റിംഗ് വീടിന്റെ റിനോവേഷൻ ചെയ്യുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 30 to 40% സേവ് ചെയ്യാൻ പറ്റും റിനോവേഷനിലേക്ക് പോകുമ്പോഴെന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും മാറ്റണം. എസ്പെഷ്യലി എല്ലാ മുറികളുടെയും മതിലുകൾ പൊളിച്ച് കളഞ്ഞിട്ട് ആണ് റിനോവേഷനിലേക്ക് പോകുന്നെങ്കിൽ ഒരുപക്ഷെ പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് അതിനാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതിലുകൾ പൊളിക്കുമ്പോഴത്തേക്കും ബാത്റൂമിലെ ടൈൽ ചീത്തയാവും, എല്ലാ പ്ലംബിംഗ് ഫിറ്റിംഗ് ചീത്തയാവും, ഫ്ലോറിംഗ് ചീത്തയാവും. അപ്പൊ എങ്ങനെയാണ് ഈ 30 to 40% കോസ്റ്റ് സേവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതും വാള് ഫുള്ളായിട്ട് പൊളിച്ചു കളയാതെ നമുക്ക് അതിൽ വാതിലിടുകയോ അത്യാവശ്യം വലുതാക്കേണ്ട മുറികൾ മാത്രം വലുതാക്കിയോ ഒക്കെ നോക്കി ചെയ്താൽ മാത്രമേ ഇതിന്റെ ഈ പറയുന്ന ഒരു കോസ്റ്റ് സേവിങ് ഫാക്ടർ നടക്കത്തുള്ളൂ. കാരണം പൊളിക്കുക നമ്മളിപ്പോ ചുമ്മാ ഒരു JCB കൊണ്ട് ഒരു വീടങ്ങ് പൊളിച്ചു കളയുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ നോക്കി അതിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കൊടുത്ത് ഡിമോളിഷൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് ലേബർ കോസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്ത് വരും. ലേബർ കോസ്റ്റ് ആണ് ഇത് ഒരു 30 to 40 അല്ലെങ്കിൽ 50% ഓഫ് പ്രോജക്റ്റ് ആവുന്നത്. സോ അത്തരം ലേബർ കോസ്റ്റുകൾ വരാത്ത രീതിയിൽ നോക്കി റിനോവേഷൻ ചെയ്താൽ മാത്രമേ ഈ 30 to 40% സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതിലുകളും പൊളിച്ച് എല്ലാ പ്ലംബിംഗ് വർക്കും മാറ്റി എല്ലാ ഇലക്ട്രിഫിക്കേഷൻ വർക്കും മാറ്റി ഫ്ലോറിംഗ് മാറ്റി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പുതിയ വീട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ആവും. ബിക്കോസ് അതിനകത്ത് നോക്കി പൊളിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലേബർ കോസ്റ്റ് കൊണ്ട് അതിനകത്ത് ആഡപ്പ് ചെയ്ത് വരും. സോ വളരെ കെയർഫുൾ ആയിട്ട് നോക്കി ചെയ്താൽ മാത്രമേ നമുക്ക് 30 to 40% സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.